വിശ്വാസ നിറവിൽ നാടെങ്ങും നബിദിനാഘോഷം, മൗലിദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ നടന്നു. തിരുവോണത്തെ വരവേറ്റ് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ പുത്തരി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മേത്തലയിൽ പലചരക്ക് കടയിൽ മോഷണം. മുൻ നഗരസഭാ കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്ന് പണവും നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും കവർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം, മൗലിദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് നബിദിനം ആചരിച്ചത്. മഴയെ തുടർന്ന് ചില പ്രദേശങ്ങളിലെ ഘോഷയാത്രകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വിവിധ പരിപാടികളോടെ കയ്പമംഗലത്ത് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മൗലിദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മഴയെ തുടർന്ന് ചിലയിടങ്ങളിൽ നടത്താനിരുന്ന ഘോഷയാത്രകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ആൻഡ് മസ്ജിദിൽ മഹൽ ഖത്തീബ് കെ പി അബൂബക്കർ ആദി പതാക ഉയർത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ദഫ്മുട്ട് അരങ്ങേറി. പിന്നീട് അന്നദാനവും നടന്നു. കാക്കാത്തുരുത്തി ഭദർപള്ളി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹൽ വൈസ് പ്രസിഡന്റ് ബിലാൽ പതാക ഉയർത്തി. മഹൽ ഖത്തീബ് സജീർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മഹൽ നിവാസികളും അണിനിരന്ന നബിദിന റാലിയും നടന്നു. ചളിങ്ങാട് സെന്റർ മുനീറുൽ ഇസ്ലാം മഹൽ ജുമാ മസ്ജിദിന്റെയും ഇഖ്വത്തുൽ ഇസ്ലാം മസ്ജിദിന്റെയും ആഭിമുഖ്യത്തിലും വിവിധ നബിദിന പരിപാടികൾ സംഘടിപ്പിച്ചു. പുത്തൻപള്ളി മഹൽ ദാറുൽ ഉലൂം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും നടന്നു. മഹൽ ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി പ്രാർത്ഥന നിർവഹിച്ചു. ആത്മീയ ചടങ്ങുകൾക്കും ആഘോഷ പരിപാടികൾക്കും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നാണ് കയ്പമംഗലത്ത് നബിദിനാഘോഷം നടന്നത്. മീഡിയ ടൈം, കയ്പമംഗലം. കൊടുങ്ങല്ലൂരിൽ ചേരമാൻ മഹലിന്റെ നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പ്രഭാത പരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന നബിദിന ഘോഷയാത്ര മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചേരമാൻ മഹലിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പുലർച്ചെ 4 നടന്ന പ്രഭാത പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മഹൽ പ്രസിഡന്റ് എൻ.എ. റഫീഖ് പതാക ഉയർത്തി. മുഹമ്മദ് നബിയുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. തുടർന്ന് നടന്ന നബിദിന ഘോഷയാത്ര മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹൽ ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി, മുദരിസ് ഷിഹാം അദനി, മഹൽ കമ്മിറ്റി സെക്രട്ടറി വി.എ. ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് ബഷീർ പി.ഐ, ജോയിന്റ് സെക്രട്ടറി നൌഷാദ്, ട്രഷറർ ടി.ഐ. ഹൈദരാലി തുടങ്ങിയവർ പരിപാടികൾ പങ്കെടുത്തു. കമ്മിറ്റി അംഗങ്ങളും മഹൽ ഭാരവാഹികളും വിശ്വാസികളും ഘോഷയാത്രയിൽ അണിനിരന്നു. വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം കൊടുങ്ങല്ലൂരിൽ ശ്രദ്ധേയമായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓണത്തിന്റെ പുണ്യസ്മരണകൾ ഉണർത്തിയ അന്നമനട പാലിശ്ശേരിയിലെ ചേന്നാപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. 3 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ അപൂർവം വാമന പ്രതിഷ്ഠകളിൽ ഒന്നാണ്. ഓണവും വാമന അവതാരവും മഹാബലിയുടെ ഓർമ്മകളും ഇഴചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് തിരുവോണ നാളിൽ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് എത്തുന്നത്. ഓണത്തിന്റെ ഐതിഹ്യവും വാമനാവതാര സങ്കല്പവും പുണ്യസ്മരണകളും ഒത്തുചേരുന്ന അപൂർവ ക്ഷേത്രം അന്നമനട പാലിശ്ശേരിയിലെ ചേന്നാപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. 3 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്നും നിത്യപൂജകൾ മുടക്കമില്ലാതെ നടക്കുന്നു. വാമനമൂർത്തിക്ക് പുറമെ മറ്റു ഉപദേവതകളുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ചേന്നാപുരം ക്ഷേത്രത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. തിരുവോണനാളിൽ വാമനമൂർത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഭക്തരുടെ പതിവാണ്. ആദ്യകാലത്ത് തൃശൂർ മംഗലത്തുമനയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലായി. അഡ്വക്കേറ്റ് ഒ.ഡി. ബാലചന്ദ്രനും മകൻ ശ്രീഹരി ബാലചന്ദ്രനുമാണ് ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് ഓലക്കുട സമർപ്പണം, പിന്നെ ഒന്ന് നാഴിയും പിടിയും, പിന്നെ ഒന്ന് ഭൂസമർപ്പണം. ഇതാണ്
ഭൂസമർപ്പണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മഹാബലി ചക്രവർത്തി 3 അടി മണ്ണ് കൊടുത്താണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള 4 അതിരുകളിൽ നിന്നും കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വന്ന് പൂജിച്ച് 1 ദിവസമോ 2 ദിവസമോ പൂജിച്ച ശേഷം തിരിച്ചു കൊണ്ടുപോയി അതാത് സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ ആ ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും തീർന്നു കിട്ടുമെന്നാണ് വിശ്വാസം. അത് എല്ലാവർക്കും പലർക്കും ഇവിടെ വഴിപാട് നടത്തുന്നവർക്കൊക്കെ അത് സാധ്യത കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓലക്കുട സമർപ്പണം നമുക്കറിയാം, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഓലക്കുട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഈ ചുറ്റമ്പലത്തിന് ചുറ്റും 1 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, ശ്രീഭവന് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഓലക്കുട സമർപ്പിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ നാഴിയും പിടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറ നിറയ്ക്കാറുണ്ടല്ലോ, അതിന് പകരം ഇവിടെ ഒരു ചെറിയൊരു നാഴിയിൽ നമ്മൾ അരി നിറച്ചിട്ട് 1 പിടി അരി നമ്മൾ കയ്യിലെടുത്ത് എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് ഈ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് എല്ലാം ഭഗവാൻ സാധിപ്പിച്ച് തരാറുണ്ട്. പ്രധാനപ്പെട്ട 3 വഴിപാട്. പിന്നെ സ്ഥിരമായ എല്ലാ അമ്പലങ്ങളിലും മറ്റു വഴിപാടുകളാണ്. ഇടവമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠാദിനവും ഉത്സവവും ആചരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചും പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. അത്തം മുതൽ തിരുവോണം വരെ ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കുന്നതും പതിവാണ്. ഓലക്കുട സമർപ്പണം, നാഴിയും പിടിയും, പൂസമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. നിത്യപൂജയുള്ളതിനാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഭക്തർ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും വാമനമൂർത്തിയെ തൊഴുകയും ചെയ്യുന്നു. തിരുവോണനാളിൽ പ്രത്യേക പൂജകളും മേളവും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. ഓണത്തിൻ്റെ ഐതിഹ്യവും വാമനാവതാരത്തിൻ്റെ സങ്കല്പവും ഭക്തിയോടെ അനുഭവിക്കാനാകുന്ന ചേന്താപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം അപൂർവമായ വാമനപ്രതിഷ്ഠയും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച് അന്നമനയുടെ ആത്മീയ പൈതൃകത്തിൽ വേറിട്ട സ്ഥാനം നിലനിർത്തുകയാണ്. ഈ ക്ഷേത്രത്തിൽ ചേന്താപുരം വാമന ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ വാമനമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഭദ്രകാളിയുണ്ട് ഉപദേവതയായിട്ട്, ബ്രഹ്മരക്ഷസുണ്ട്, മുല്ലക്കൽ ഭഗവതിയുണ്ട്, അതുപോലെ തന്നെ ശംഭോ മഹാദേവൻ ഉണ്ട്, സിദ്ധിബുദ്ധി വിനായകനുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിലെ ഉപദേവന്മാരുമായിട്ട് നമ്മുടെ വാമനമൂർത്തി ഇവിടെ ഐശ്വര്യത്തോടുകൂടി വിളങ്ങുകയാണ്. നമുക്കറിയാം ത്രേതായുഗത്തിൽ വാമന അവതാരം ഉണ്ടായത് ത്രേതായുഗത്തിലാണ്. ആ വാമനാവതാരത്തിൽ മഹാബലി ചക്രവർത്തി സർവ്വതും സമർപ്പിച്ചപ്പോൾ വാമന ഭഗവാൻ അതിൽ സംതൃപ്തനാവുകയും വാമന ഭഗവാൻ അദ്ദേഹത്തോട് സുതലം എന്ന് പറയുന്ന ഒരു സ്വർഗലോകം, സ്വർഗത്തേക്കാൾ മഹത്തരമായ ഒരു ലോകം മഹാബലിക്ക് കൊടുക്കാനുണ്ടായത്. നമ്മൾ ഈ കേരളത്തിലൊക്കെ കേൾക്കുന്ന പ്രചരണം പോലെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്നല്ല, മഹാബലിക്ക് സുതലം എന്ന് പറയുന്ന ഒരു സ്വർഗത്തേക്കാൾ മഹത്തായ ഒരു ലോകം കൊടുത്ത് അവിടുത്തെ ചക്രവർത്തിയായി അദ്ദേഹത്തെ വാഴിക്കുകയും അദ്ദേഹത്തിൻ്റെ കാവലാളായിട്ട് വാമനമൂർത്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ആ കാലഘട്ടത്തിൽ, അതായത് ത്രേതായുഗത്തിലെ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ദ്രന് കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ അടുത്ത മന്വന്തരത്തിൽ പിന്നത്തെ ഇന്ദ്രനായിട്ട് നമ്മുടെ മഹാബലി ചക്രവർത്തിയെ വാഴിക്കുമെന്നും അദ്ദേഹം വാക്ക് കൊടുക്കുന്നുണ്ട്. ആ മഹാബലി ചക്രവർത്തിക്ക് എല്ലാ വർഷത്തിലും തൻ്റെ പ്രജകളെ കാണുവാനുള്ള അവസരവും കൂടി നമ്മുടെ നമ്മുടെ ദേവനായ വാമനമൂർത്തി അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഭക്തൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, വാമനമൂർത്തി ഒരു ഭക്തൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, എല്ലാം സമർപ്പിച്ച് ഈ വാമനക്ഷേത്രത്തിൽ വാമനമൂർത്തിയുടെ മുന്നിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, എല്ലാ കർമ്മങ്ങളും ത്യജിച്ച് അവിടെ നിന്ന് മാത്രമാണ് ശരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ ആപത്തുകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒരു കാവൽക്കാരൻ്റെ ഒരു കടമയോട് കൂടിയിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനമായ കാര്യം. മീഡിയ ടൈം മാള. അപകടക്കെണിയായ കനാൽ പരിസരം ഉത്രാട ദിനത്തിൽ ശുചീകരിച്ച് യൂത്ത് കോൺഗ്രസ്. അഷ്ടമിച്ചിറ അന്നമനട റോഡിൽ അമ്പടക്കാട് പള്ളിക്ക് സമീപത്തെ കനാൽ പരിസരമാണ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുമെന്ന് PWD അറിയിച്ചു. മാള അഷ്ടമിച്ചിറ അന്നമനട പൊതുമരാമത്ത് റോഡിൽ അമ്പഴക്കാട് പള്ളിക്ക് സമീപം യാത്രക്കാർക്ക് ഭീഷണിയായ ഇറിഗേഷൻ കനാൽ പരിസരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരിച്ചു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഉത്രാട ദിനത്തിൽ പ്രവർത്തകർ സ്വമേധയാ ശുചീകരണ ദൗത്യം ഏറ്റെടുത്തത്. മാള ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡും കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ 18-ാം വാർഡും അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് അപകട ഭീഷണി നിലനിന്നിരുന്നത്. റോഡിനോട് ചേർന്നുള്ള കനാൽ കാടും പടർപ്പുകളും മൂടിയ നിലയിലായിരുന്നതിനാൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥിതിയായിരുന്നു.
ആവശ്യമായ സുരക്ഷാ വേലികളോ റിഫ്ലക്ടറുകളോ ഇല്ലാത്തതിനാൽ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. ഉത്രാട ദിനത്തിൽ റോഡിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് ശുചീകരണത്തിന് ഇറങ്ങിയതെന്ന് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം സെക്രട്ടറി സോണി ഫ്രാൻസിസ് പറഞ്ഞു. കനാലിനെ കുറിച്ച് നിരവധി പരാതികൾ നമ്മൾ അധികൃതരോട് പറഞ്ഞു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉത്രാടായതിൻ്റെ പേരിൽ ഒരുപാട് കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ന് ഒരു തീരുമാനം എടുത്തു. അമ്പഴക്കാട് യൂത്ത് കോൺഗ്രസ് യൂണിറ്റിൻ്റെ പേരിൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഇതിനെ സുരക്ഷിതമാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അപകടങ്ങൾ കുറയ്ക്കാനും യാത്രക്കാർക്ക് സൗകര്യമായിട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഞങ്ങളത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പ്രവർത്തകരുടെ പ്രതിഷേധത്തെയും ആവശ്യത്തെയും തുടർന്ന് സ്ഥലത്ത് ഉടൻ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി. എന്നാൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം സുരക്ഷാവേലിയും അടിയന്തരമായി നിർമ്മിച്ച് അപകട ഭീഷണി പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ പുത്തരി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും വിഭവസമൃദ്ധമായ ഉത്രാട സദ്യയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്ക് ശേഷം അരിയടക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം പാട്ടമാളി NN നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. പെരുവാരം സന്തോഷ് മാരാരുടെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത്. പുത്തരി നിവേദ്യത്തിനായി 4 വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശ്ശര പായസവും പ്രത്യേകം തയ്യാറാക്കി. വെള്ളിയിരുളിൽ ഉരുക്കിയ നിവേദ്യം ശംഖനാദത്തിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു. മേൽശാന്തി പച്ചാപ്പള്ളി രമേശൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു. നിവേദിച്ച പുത്തരി പായസം വാങ്ങുന്നതിനായി ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കും അനുഭവപ്പെട്ടു. രാവിലെ 11 മണിയോടെയാണ് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചത്. തിരുവോണ ദിനമായ ഓഗസ്റ്റ് 26-ന് രാവിലെ 10:30-നും അവിട്ടം ദിനമായ 27-നും ചതയം ദിനമായ 28-നും രാവിലെ 11-നും ക്ഷേത്രനട അടയ്ക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ കെ വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ മേത്രയിൽ പലചരക്ക് കടയിൽ മോഷണം. മുൻ നഗരസഭാ കൗൺസിലർ സന്ധ്യ അനൂപിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്ന് പണവും നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും കവർന്നു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേത്തല വയലമ്പലത്തിന് വടക്കുവശം പ്രവർത്തിക്കുന്ന പലചരക്ക് കടയിലാണ് രാത്രിയിൽ മോഷണം നടന്നത്. കടയുടെ മുൻവശത്തെ ഇരുമ്പ് ഗ്രില്ലിലെ നെറ്റ് അടർത്തി മാറ്റിയാണ് മോഷ്ടാവ് അകത്തു കടന്നത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1500 രൂപയും വെളിച്ചെണ്ണ, സോപ്പ്, ഫിനോയിൽ, സവാള, ഉള്ളി, മുട്ട, മിഠായികൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളുമാണ് കവർന്നത്. രാവിലെ 8 മണിയോടെ കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ട് തകർത്ത നിലയിലും ഗ്രിൽ പൊളിച്ച നിലയിലും കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട തുറക്കാൻ വേണ്ടി വന്നപ്പോഴേ കടയിൽ കള്ളം കയറിയെന്ന് മനസ്സിലായത്. കുറേ ബിസ്ക്കറ്റ്, മിഠായി, മുട്ട, ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനെ ഐറ്റംസുകൾ, പിന്നെ ഒരു 1500 രൂപയോളം ഉണ്ടായിരുന്ന ചില്ലറയൊക്കെ. എല്ലാ സാധനങ്ങളും എല്ലാത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. അരിയും പഞ്ചസാര ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ചാക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അവർ ബംഗാളിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പൊ അവര് മിഠായി ഒക്കെ തന്നെ ക്ലാസ്സുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊന്നും അവരിൽ ഇല്ല. പോലീസ് ചെന്ന് അന്വേഷിച്ചു. അപ്പൊ പോലീസ് നോക്കട്ടെ എന്നും പറഞ്ഞ് പോയിരിക്കും. എന്താ വെച്ചാൽ അറിയാൻ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹൽ ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഹൽ പ്രസിഡന്റ് അബ്ദുൾ സലാം പതാക ഉയർത്തി. മഹൽ ഖത്തീബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വതർ മുഅല്ലിം റാഫിദ് സഖാഫി നബിദിന സന്ദേശം നൽകി. മഹൽ സെക്രട്ടറി മുഹമ്മദ് അലി KH, വൈസ് പ്രസിഡന്റ് തോപ്പിൽ ബഷീർ എന്നിവർ സംസാരിച്ചു. മഹൽ കമ്മിറ്റി പ്രതിനിധികൾ, ഉസ്താദുമാർ, മദ്രസ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മയെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹോദരനെ അതിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാഴച്ചാൽ കാടർ ഉന്നതി സ്വദേശി അപ്പുവാണ് അറസ്റ്റിലായത്. ഓഗസ്റ്റ് 24-ന് രാത്രി 8:30-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. വാഴച്ചാൽ കാടാർ ഉന്നതിയിലെ കൂട്ടുകുടുംബ വീട്ടിൽ വെച്ച് അപ്പു അമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു.
ഇരു സഹോദരി സജീന ചോദ്യം ചെയ്തതിനുള്ള വിരോധത്തെ തുടർന്ന് പ്രതി സജീനയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതിരപ്പള്ളി SHO സന്ദീപ്, SI ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജിതിൻ മോഹൻ, സെക്രട്ടറി KK ഷാജി, VS സന്ദീപ്, CV ജിതിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം പുലരി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ ഹെർബർട്ട് പുളിക്കത്തറയുടെ വസതിയിൽ നടന്ന ഓണാഘോഷ സാംസ്കാരിക സമ്മേളനം അസോസിയേഷനിലെ മുതിർന്ന അംഗം മാണി മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VJ ഷിജോ അധ്യക്ഷത വഹിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ കൗൺസിലർമാരായ VM ജോണി, ഷൈബി ജോസഫ്, മുൻ പ്രസിഡന്റുമാരായ PT മാർട്ടിൻ, PL തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP R രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മതിലകം CI VV വിമൽ, SIമാരായ രഞ്ജിത്ത്, T ജയകുമാർ, പഞ്ചായത്ത് അംഗം PS ഷാഹിർ, പ്രണവ് തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ശ്രീഭദ്ര പെരിഞ്ഞനവും ശ്രീഭദ്ര ഐനിച്ചോടും അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിശ്വാസ നിറവിൽ നാടെങ്ങും നബിദിനാഘോഷം, മൗലിദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ നടന്നു. തിരുവോണത്തെ വരവേറ്റ് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ പുത്തരി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മേത്തലയിൽ പലചരക്ക് കടയിൽ മോഷണം. മുൻ നഗരസഭാ കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്ന് പണവും നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും കവർന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.